Hi all. Today we are going to discuss about 25.23 session applications of op-amps. The operational amplifiers have many practical applications. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് op-ampന്റെ ഒരുപാടധികം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. The op-amp can be connected in a large number of circuits to provide various operating characteristics. Okay. നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് op-amp എന്നുള്ളത്. First one is 25.24 in your syllabus, inverting amplifier. An op-amp amplifier can be op-amp or we can write in op-amp or op amplifier likewise. Okay, an op-amp amplifier can be operated as an inverting amplifier as shown in figure 25.46. 25.46 കാണിച്ചിരിക്കുന്നത് പോലെ op-ampനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. An input signal Vin is applied through input resistor Ri to the minus input, that is inverting input. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, എന്താണ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? an input signal Vin, നമ്മൾ Vin എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് സിഗ്നല് ത്രൂ Ri, എന്താണ് ഇൻപുട്ട് റെസിസ്റ്ററിൽ കൂടെ നമ്മൾ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ടെർമിനലിലേക്കാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? Vin അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദി ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ സെയിം മൈനസ് ഇൻപുട്ട് ത്രൂ ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF. ഇവിടെ കണ്ടാൽ അറിയാം നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന op-ampന്റെ സിമ്പിളിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഇവിടെ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നു. ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ട്. RF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആണ്. അത് എന്താണ്? ത്രൂ നെഗറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് വഴി തന്നെയാണ് ഇങ്ങോട്ടേക്ക് എന്ത് കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നത്. Okay, the output is fed back to the same minus input through feedback resistor RF. Feedback resistor വഴി എന്താണ് ഔട്ട്പുട്ട് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, the plus input എന്ന് പറയുന്നത് എന്താണ്? നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഓക്കെ, ഈസ് ഗ്രൗണ്ടഡ്. അത് ഓൾറെഡി ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണെന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവും, ഈ ഒരു ഡയഗ്രത്തിൽ തന്നെ. നോട്ട് ദാറ്റ് ദി റെസിസ്റ്റർ RF പ്രൊവൈഡ്സ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇവിടെ RF എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കാം, നെഗറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിൻസ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഇവിടെ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ Vin സിഗ്നൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് അല്ലെ, ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ദ ഔട്ട്പുട്ട് വിൽ ബി എന്തായിരിക്കും? ഔട്ട്പുട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും അല്ലെ. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു എന്താണ് ഔട്ട്പുട്ടാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഹെൻസ് ദ നെയിം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അങ്ങനെയാണ് ഈ ഒരു ഇതിന് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്നുള്ള പേര് ലഭിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? വെരി സിമ്പിൾ ആണ്. ഈ ഒരു ഫിഗർ വരച്ച് പഠിക്കാം. ഇതിലുള്ള ഓരോ എന്താണ് സെഷനും എന്തിനു വേണ്ടിയിട്ടാണ്? Vin എന്താണ്, Ri എന്താണ്, RF എന്താണ്, Vout എന്താണ്, ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് ഇൻപുട്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്, ഇവിടെ എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഫിഗർ നോക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റും. An op-amp amplifier can be operated as an inverting amplifier. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള പേരിൽ നിന്ന് തന്നെ ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ടെർമിനലിലേക്കാണ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതെന്ന് മനസ്സിലായി. ആ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഇൻവേർട്ട് ആയിട്ടുള്ള, അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. Ri എന്താണ്, RF എന്താണെന്നൊക്കെ എഴുതുകയും ചെയ്യാം. ഓക്കെ, ഈസി അല്ലേ? അപ്പൊ അടുത്തതായിട്ട് എന്താണ് വോൾട്ടേജ് ഗെയിൻ? അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് വൺ ഈസ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അടുത്തതായിട്ട് ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്താണെന്ന് മനസ്സിലാക്കാം. An op-amp has an infinite input impedance. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. op-ampന് ഇൻഫിനിറ്റ് ആയിട്ടുള്ള
ഒപാമ്പിന് ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദർ ഈസ് എ സീറോ കറന്റ് അറ്റ് ദി ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. നമ്മൾ ഈ ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, മീനിങ് എന്താണ്? സീറോ കറന്റ് അറ്റ് ദി ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ എന്തായിരിക്കും? സീറോ കറന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇഫ് ദർ ഈസ് സീറോ കറന്റ് ത്രൂ ദ ഇൻപുട്ട് ഇമ്പിഡൻസ്, then there must be no voltage drop between the inverting and non-inverting terminal. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റ് ആക്കുന്നത്? അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലെ സീറോ കറന്റ് വെച്ചിരിക്കുന്നത്? എന്താണ്? no voltage drop to make no voltage drop between the inverting and non-inverting input. ഇൻവെർട്ടിങ്ങിന്റെ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കുന്ന ഇൻപുട്ട് ആണ്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പം ഇതിന്റെ ഇടയിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് സീറോ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇൻഫിനിറ്റി ഇൻപുട്ട് ഇമ്പിഡൻസ് ഒപാമ്പിന് ഉണ്ടെന്ന് പറയാൻ കാരണം. That means that there is a zero current at the inverting input. Inverting input എന്താണ്? സീറോ കറന്റ് ആണുള്ളത് through the input impedance. Then there must be no voltage drop between inverting and non-inverting input. Okay, this means that voltage at the inverting input is zero. Voltage at the inverting input is zero ആണ്. Okay, is zero, point A, because the other input positive is grounded. ഇവിടെയുള്ള ഈ പോസിറ്റീവ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് സീറോ ആയിട്ട് നിലനിർത്തണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഈ ഒരു നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലുള്ള inverting that means the voltage at the inverting input, negative input is 0. Point A ഇവിടെയാണ് ട്ടോ. Point A, because the other input is grounded. പോസിറ്റീവ് ടെർമിനൽ ആയിട്ടുള്ള നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ആയിട്ടുള്ള ഇവിടെയുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. The 0 volt at the inverting input terminal, point എയിലുള്ള എന്താണ്? ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിലെ 0 വോൾട്ട് എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഗ്രൗണ്ട് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ഗ്രൗണ്ട് ഒന്നും കണക്ട് ഒന്നുമല്ല, പക്ഷെ റിയലി ഇതെന്താണ്? ഒരു വിർച്വൽ ഗ്രൗണ്ട് ആണ് കേട്ടോ. ദിസ് കണ്ടീഷൻ ഈസ് ഇല്യൂസ്ട്രേറ്റഡ് ഇൻ 25.47. ഇതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? എവിടെയാണ് ഈ പോയിന്റ്? The point A is said to be the virtual ground because എന്താണ് റീസൺ? ഇറ്റ് ഈസ് അറ്റ് 0 വോൾട്ട്. അത് 0 വോൾട്ടിലാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കലി കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്. ഈ ഒരു നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിനെ പോലെ അത് ഫിസിക്കലി എന്തായിട്ടില്ല? ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇറ്റ് ഹാസ് 0 വോൾട്ട് അല്ലെ? അപ്പൊ VA എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 വോൾട്ട് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? റെഫറിംഗ് ടു ഫിഗർ 25.47 ഈ ഒരു ഫിഗർ റെഫർ ചെയ്താല് ദി കറന്റ്, ഇതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ആദ്യം സിമ്പിൾസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാം. ദ കറന്റ് I1 ടു ദ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ഈസ് 0. കറന്റ് I1 എന്ന് പറയുന്നത് ഇവിടെ കറന്റ് I1 അല്ലെ? കറന്റ് I1 ഈക്വൽ ടു 0 ആണ്. കാരണം ഇവിടെ 0 വോൾട്ടും ആണല്ലോ അല്ലെ? Therefore, current I flowing through Ri entirely flows through feedback resistor RF. അതായത് ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, VN കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു IN റെസിസ്റ്ററിൽ കൂടെ, ഈ ഒരു ഇൻപുട്ട് റെസിസ്റ്ററിൽ കൂടെ ഇത് കറണ്ട്, ഈ വോൾട്ടേജ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. IN എന്ന് പറഞ്ഞിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പൊ ആ IN എന്ന് പറയുന്നത് എന്താണ്? IN flows through Ri entirely flows through feedback resistor RF. ഇവിടെയുള്ള RF-ൽ കൂടെയും അത് എന്താ ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ് നമ്മൾക്ക് എന്ത് പറയാം? IF ഈക്വൽ ടു, അതായത് ഫീഡ്ബാക്ക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് കറണ്ടിന് സെയിം ആയിരിക്കും എന്ന് പറയാം. അപ്പൊ IF ഈക്വൽ ടു IN എന്ന് നമ്മൾക്ക് പറയാം. IN എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ കറണ്ട് എന്ന് പറയുന്നത് എന്താ? വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ RI ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അല്ലെ? RI. അപ്പം വോൾട്ടേജ് അക്രോസ് RI എന്ന് പറയുന്നത് എന്താണ്? VIN ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. VIN മൈനസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എന്തുണ്ട്? ഒരു വിർച്വൽ എന്താണ് ഗ്രൗണ്ട് ഉണ്ട്. അതന്നെ അവിടെ തന്നെ എന്താണ്? നമ്മൾക്ക് അവിടെ ഒരു VA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് ഉണ്ട്, ഗെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ VIN മൈനസ് VA ഡിവൈഡഡ് ബൈ RI. ഓക്കെ, അപ്പൊ VIN മൈനസ് VA എന്ന് പറയുന്നത് എന്താണ്? അവിടെ 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ?
വി ഇൻ മൈനസ് 0 ഡിവൈഡഡ് ബൈ ആർ ഐ. ഓക്കെ, ഈക്വൽ ടു വി ഇൻ ബൈ ആർ ഐ എന്നാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫീഡ്ബാക്ക് കറണ്ട് എന്ന്, ഇത് ഇൻപുട്ട് കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഫീഡ്ബാക്ക് കറണ്ട് എത്രയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, വോൾട്ടേജ് അക്രോസ് IF equal to feedback current അല്ലേ? അപ്പൊ ഫീഡ്ബാക്ക് കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് RF ഡിവൈഡഡ് ബൈ RF. ഓക്കെ, വോൾട്ടേജ് അക്രോസ് RF എന്ന് പറഞ്ഞാൽ എന്താണ്? VA മൈനസ് വി ഔട്ട് ആണ്. ഇവിടെ ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VA ആണ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ, ഇവിടെ വരുന്ന വോൾട്ടേജ്, മൈനസ് വി ഔട്ട് ആണ് അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ VA മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ RF. We already know VA equal to എന്താണ്? 0 ആണ്. 0 മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ RF. അപ്പൊ ആൻസർ ഇട്ട് എന്താണ്? മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ RF. സിൻസ് IF ഈക്വൽ ടു I in ആണെന്ന് നമ്മൾക്ക് ഓൾറെഡി അറിയാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ മീനിങ് എന്താണ്? മൈനസ് വി ഔട്ട് ബൈ RF ഈക്വൽ ടു വി ഇൻ ബൈ RI എന്ന് എഴുതിക്കൂടെ? വോൾട്ടേജ് ഗെയിൻ ACL ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ ഈക്വൽ ടു മൈനസ് RF ബൈ RI എന്നാണ് ഇവിടെ കിട്ടുക കേട്ടോ. The output voltage is 180 degree out of phase with the input. Since the voltage drop across RF is of the opposite polarity to the applied voltage, the circuit is providing negative feedback. ഇവിടെ സർക്യൂട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RF എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് പൊളാരിറ്റി ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിന്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അവിടെ ഉണ്ടാവുന്നത് കേട്ടോ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദി ഇൻപുട്ട് ആണ്. കാരണം എന്താണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, the negative sign indicates that the output signal is inverted as compared to the input signal. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. The following points may be noted about the inverting amplifier. ഓക്കെ, കുറച്ച് പോയിന്റ്സ് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാവുന്നതാണ്. ദ ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ, അതായത് ACL എന്ന് പറയുന്നത് എന്താണ്? ഓഫ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഈസ് ദ റേഷ്യോ ഓഫ് ദി ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF ടു ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI. കണ്ടോ? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ RI, ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ആണ് വോൾട്ടേജ് ഗെയിൻ. എവിടുത്തെ വോൾട്ടേജ് ഗെയിൻ? ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ കേട്ടോ. The closed loop voltage gain is independent of the op-amp's internal open loop voltage gain. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഓൾറെഡി അറിയാം RF-നെ RI-നെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ, അല്ലാതെ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി op-amp's internal open loop voltage gain. op-ampന്റെ ഇന്റേണൽ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ RI ആൻഡ് RF. Thus the negative feedback stabilize the voltage gain. Okay, the inverting amplifier can be designed for unity gain. ഈ ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നമ്മൾ യൂണിറ്റി ഗെയിൻ 1 ആയിട്ട് ആണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. Thus if RF equal to RI, then voltage gain ACL equal to -1. Okay, therefore the circuit provides a unity voltage gain with ഈ ഒരു നെഗറ്റീവ് സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ഫേസ് ഇൻവേഷൻ അല്ലെങ്കിൽ ഫേസ് ഔട്ട് ഓഫ് ഫേസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇഫ് RF is some multiple of RI, the amplifier gain is constant. Okay, for example, if RF equal to 10 RI, then ACL equal to -10, അതായത് -1 into 10 ആണ്. Okay, and the circuit provides a voltage gain of exactly 10 along with a 180 degree phase inversion. Phase inversion ആണെന്ന് പറയാൻ കാരണം ഈ ഒരു നെഗറ്റീവ് സിമ്പിൾ ആണ് കേട്ടോ. If we select precise resistor values of for RF and RI, we can obtain a wide range of voltage gain. നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് RF-നും RI-നും ഒക്കെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് അപ്ലൈ ചെയ്താൽ നമ്മൾക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജ് ഗെയിൻ ലഭിക്കുന്നതായിരിക്കും.
Thus, the inverting amplifier provides constant voltage gain. ഇങ്ങനെ നമുക്ക് എന്താണ് ആർ എഫിന്റെയും ആർ ഐന്റെയും റിലേഷൻസ് മാറ്റി മാറ്റി കൊടുത്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് 25.26 ആണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. 25.25 ഇല്ല കേട്ടോ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിരുന്നു പറഞ്ഞത്. അടുത്തതായിട്ട് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് കേട്ടോ. There are times when we wish to have an output signal of the same polarity as the input signal. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻപുട്ട് സിഗ്നലിനെക്കാളും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള ഇൻവേർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് ലഭിക്കുന്നതായിരുന്നു. പക്ഷേ ഇൻ സം കേസസ് വി വിഷ് ടു ഹാവ് എൻ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് ദി സെയിം പൊളാരിറ്റി ആസ് ദി ഇൻപുട്ട് സിഗ്നൽ. നമ്മൾ എന്ത് ഇൻപുട്ട് സിഗ്നൽ ആണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ സെയിം പൊളാരിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ, അതായത് ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇൻഫേസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ലഭിക്കുന്ന രീതിയിൽ ഒപാമ്പ് യൂസ് ചെയ്യുന്നതിനാണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് ദി ഒപാമ്പ് ഈസ് കണക്റ്റഡ് ആസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ as shown in 25.55. ഇവിടെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, നോൺ ഇൻവേർട്ടിംഗ് സെഷനിൽ പോസിറ്റീവ് സൈഡിലാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. അതർ എൻഡ്, അതായത് ഇൻവേർട്ടിംഗ് എൻഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. The input signal is applied to the non-inverting input, that is positive. The output is applied back to the input through the feedback circuit formed by feedback resistor RF and input resistor RI. ഇവിടെ RF-ഉം RI-യും ഇൻപുട്ട് റെസിസ്റ്ററും എന്താണ് ഫീഡ്ബാക്ക് റെസിസ്റ്ററും തമ്മിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, the output is applied back to the input through the feedback circuit formed by feedback resistor RF and input resistor RI. Note that the resistors RF and RI and input resistor RI. Note that the resistors RF and RI form a voltage divide at the inverting input. ഈ ഒരു ഇൻവെർട്ടിംഗ് ഇൻപുട്ട് സെഷനിൽ ഈ ഒരു വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും, RI-യും RF-നും അവിടെ ഒരു ഡിവൈഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദിസ് പ്രൊഡ്യൂസസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ദി സർക്യൂട്ട്. നോട്ട് ദാറ്റ് RI ഈസ് ഗ്രൗണ്ടഡ്. RI എന്താണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സിൻസ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദ ഔട്ട്പുട്ട് സിഗ്നൽ വിൽ ബി നോൺ ഇൻവേർട്ടഡ്. ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നു നോഡ് എന്ന് പറയാൻ കാരണം എന്താണ്, ഇത് എപ്പോഴും ഔട്ട്പുട്ട് എടുക്കുന്നത് ഒരു ടെർമിനലിനും അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ടും ആയിട്ടായിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്നുള്ള നെയിം വന്നിരിക്കുന്നത്? സിൻസ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, the output signal will be non-inverted. Okay, the output signal will be in phase with the input signal ആയിരിക്കും. There is no phase shift. That's why the name non-inverting amplifier. Okay, ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസിയാണ്. നിങ്ങളൊന്ന് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ആദ്യം തന്നെ RI എന്താണ്, RF എന്താണ് എന്ന് ചെയ്തു നോക്കുക. അതിനുശേഷം എന്താണ് RI ഈക്വൽ ടു RF എന്ന് പറയുന്ന ആ ഒരു ഫോർമുല യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേപോലെയുള്ള ഒരു ആൻസർ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ACL ഈക്വൽ ടു എന്താണ്, V out by Pin ഈക്വൽ ടു 1 plus RF by RI ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പം ACL ഈക്വൽ ടു 1 plus RF by RI ആണ്. The voltage gain of non-inverting amplifier also depends upon the values of RF-നെയും RI-നെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നിനും വോൾട്ടേജിനൊന്നും ഇന്റേണൽ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിനൊന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. The voltage gain of a non-inverting amplifier can be made equal to or greater than 1. ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് നമുക്ക് ACL മാറ്റാൻ പറ്റും. RF by RI 0 ആണെങ്കിൽ ACL 1 ആയിരിക്കും. RF by RI എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അല്ലെങ്കിൽ 1 ആണെങ്കിലും അത് എപ്പോഴും ACL എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. The voltage gain of a non-inverting amplifier will always be greater than the gain of an equivalent inverting amplifier by a value of 1. 1 എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ആയിരിക്കും അല്ലെ നമ്മളെ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആംപ്ലിഫയറിനെക്കാട്ടിൽ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ACL ഈക്വൽ ടു -RF by RI ആയിരുന്നു. പക്ഷേ ACL എന്ന് പറയുമ്പോൾ ഇവിടെ
നോൺ ഇൻവേർട്ടിംഗ് ആകുമ്പോൾ ഒരു 1 കൂടെ എക്സ്ട്രാ ആഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇഫ് ആൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഹാസ് എ ഗെയിൻ ഓഫ് 150, ദ ഇക്വലന്റ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിൽ ഹാവ് ഗെയിൻ ഓഫ് 150. അതായത് RF/RI എന്ന് പറയുന്നത് എന്താണ്? 150 ആണ് അല്ലെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇക്വലന്റ് ആയിട്ട് അതിന്റെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 150നോട് ഒരു 1 കൂടെ ആഡ് ചെയ്ത് 151 ആയിരിക്കും കേട്ടോ. ദ വോൾട്ടേജ് ഗെയിൻ ഈസ് പോസിറ്റീവ്. ദിസ് ഇസ് നോട്ട് സർപ്രൈസിംഗ് ബിക്കോസ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഇൻ ഫേസ് വിത്ത് ദി ഇൻപുട്ട് സിഗ്നൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ വോൾട്ടേജ് ഗെയിൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ. അത് ഇന്നലെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ബാക്കി ക്ലാസ് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.